പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും ഷാലേം ഇന്റർനാഷണൽ മിനിസ്ട്രീസിലെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ വായിക്കുന്നു. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പെരുവിർത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ മധുരമായി തീർന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കയ്പിൻ്റെ അവസ്ഥകളൊക്കെ വരാം. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കയ്പ് വന്നാൽ അതിനെ മധുരമാക്കുന്ന സർവശക്തനായ കർത്താവുണ്ട്. ഇസ്രായേൽ ജനത്തെ ദൈവം വഴി നടത്തിയ അതേ പാതയിലാണ് അവർക്ക് ഈ കയ്പിൻ്റെ അനുഭവം ഉണ്ടായത്. നോക്ക്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ മാനസികമായ നമുക്ക് തകർച്ചകളൊക്കെ വരാം. എന്നാൽ അവിടെ നമ്മൾ കർത്താവിലേക്ക് നോക്കുക. നമ്മുടെ കയ്പിനെ മധുരമാക്കുന്ന ഒരു ദൈവം, നമ്മുടെ താഴ്ചയെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന കർത്താവ്, ആ കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കുക. അവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ കർത്താവിനറിയാം ഈ പോയിന്റിൽ ഒരു കയ്പുണ്ടാകും. ജനം കലഹിക്കുവാൻ തുടങ്ങും. അതിന് അവർ എത്തുന്നതിന് മുമ്പ് സർവശക്തനായ ദൈവം മധുരമാക്കുന്ന ഒരു വൃക്ഷമായി അവിടെ ഇറങ്ങി വന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മോശയ്ക്ക് ദൈവം ആ വൃക്ഷം കാണിച്ചു കൊടുത്തു. അതിൻ്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ ആ കയ്പിനെ ദൈവം മധുരമാക്കി. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ നിൽക്കുന്ന പോയിന്റ് ഒരുപക്ഷെ കയ്പുള്ളതായിരിക്കാം. ഒരുപക്ഷെ നിന്നയുടെ പോയിന്റിലായിരിക്കാം നിൽക്കുന്നത്. ഒറ്റപ്പെട്ട ഒരു പോയിന്റിലായിരിക്കാം നിൽക്കുന്നത്. എന്നാൽ അവിടെ നിന്നുകൊണ്ട് നോക്കേണ്ടവനെ നോക്കുക. യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. പരിഹാരകനായി സ്വർഗത്തിലെ ദൈവം നീ നിൽക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ ദൈവം. ആ പോയിന്റ് കഴിഞ്ഞപ്പോൾ അടുത്തത് നമ്മൾ വായിക്കുന്നു, ദൈവം അവരെ ഏലീമിലെത്തിച്ചു. അവരെ ഒരു ഏലീമിലെത്തിച്ചു. ഒരു മാറ നിനക്കുണ്ടെങ്കിൽ നിനക്കൊരു ഏലീമും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ ഏലീമിന്റെ പ്രത്യേകത അവിടെ പറയുന്നു. അവിടെ 12 നീരുറവകളും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അത് ദൈവമക്കളെ, നീ കയ്പ് കുടിപ്പിച്ച് നാം നശിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഒരു കയ്പിന്റെ അനുഭവം വന്നാൽ ആ കയ്പിനോട് ചേർന്ന് നിന്നെ ഇരട്ടി മധുരം തന്ന് നിന്നെ അനുഗ്രഹിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കയ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ വലിയൊരു കയ്പ് വന്നതായി നമ്മൾ വായിക്കുന്നു. മിസ്രൈമിൽ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തികളാലും അവരെ കൊണ്ട് കാഠിന്യത്തോട് ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കയ്പാക്കി. നോക്ക്, സമൂഹം ഒരുപക്ഷെ നിന്റെ ജീവിതത്തെ കയ്പാക്കി എന്ന് വരാം. സ്തോത്രം. എന്നാൽ ആ കയ്പ് നിന്നെ തകർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആ കയ്പ് വന്നത് എന്താണെന്നറിയാമോ? ഇസ്രായേൽ ജനം അവിടെ ചെന്ന് അവർ സമ്പന്നരായി അവർ അത്യന്തം വർദ്ധിച്ച് ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ജോസഫിനെ അറിയാത്ത ഒരു ഫറവോ അവിടെ വന്നു. തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുള്ളവരാകുന്നു, അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മളോട് പൊരുതി രാജ്യം വിടും. നോക്കെ, അവരുടെ ജീവിതത്തിൽ വന്ന ഭയമാണ്, അവരുടെ ജീവിതത്തിൽ വന്ന അസൂയയാണ് ആ കയ്പ് അവിടെ ഉണ്ടാക്കുവാൻ കാരണം. ദൈവമക്കളെ, നിന്നെ കാരണം കൂടാതെ ആരെങ്കിലും ദണ്ഡിപ്പിക്കുന്നെങ്കിൽ, കാരണം കൂടാതെ നിന്നെ ആരെങ്കിലും ജെരുക്കുന്നുവെങ്കിൽ സ്തോത്രം, അത് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നിന്നെ വർദ്ധിപ്പിക്കുന്നവൻ ദൈവമാണ്.
നിന്നെ അനുഗ്രഹിച്ചവൻ കർത്താവാണ്. അത് കണ്ട് അസൂയപൂണ്ട്, അത് കണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ പേടിച്ച് നിന്നെ മറ്റൊരു വിധത്തിൽ ദണ്ഡിപ്പിക്കാൻ ആര് നോക്കിയാലും ആ കയ്പ് ആമേൻ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. സ്വർഗത്തിലെ ദൈവം അവിടെ ഒരു മോശയെ അയച്ച് ആ കയ്പിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നതുപോലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ സോദര, നമ്മൾ രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, തീരുമാനം മുഖാന്തരം തെറ്റിയ തീരുമാനമെടുത്ത നബോമിക്ക് വന്ന ഒരു കയ്പ്. ആമീൻ നബോമി ആമീൻ സകലതും നഷ്ടപ്പെട്ട് ബേത്ലഹേമിലേക്ക് മടങ്ങി വരുമ്പോൾ പട്ടണം മൊത്തം ഇളകിയതായി നമ്മൾ അവിടെ വായിക്കുന്നു. ആമീൻ പട്ടണത്തിലെ ജന നബോമി എന്ന് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ എന്നെ നബോമി എന്ന് വിളിക്കരുത്, നിങ്ങൾ എന്നെ മാറ എന്ന് വിളിപ്പീൻ. ആമേൻ സോദര, ഞാൻ അച്ചോത്രം അധിക സർവശക്തൻ എന്നോട് ആമേൻ കയ്പായി പ്രവർത്തിച്ചിരിക്കുന്നു. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നീ എടുക്കുന്ന തീരുമാനം തെറ്റായി വരുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ കയ്പുളവാക്കാം. എന്നാൽ തീരുമാനം നീ എടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവവചനത്തിൽ അവൻ വിധേയപ്പെട്ട് ദൈവത്തോട് ആലോചന ചോദിച്ച് നീ തീരുമാനങ്ങൾ എടുത്താൽ നിനക്കൊരിക്കലും കയ്പ് വരത്തില്ല, ഒരിക്കലും നിനക്ക് കയ്പ് വരത്തില്ല. എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, നിയമത്തിലെ നിയമക്കുരുക്കിലെ കയ്പ് അവിടെ വന്നപ്പോൾ മൊർദെഖായി ആ കയ്പ് മാറ്റുവാൻ ഉപവാസം പ്രസിദ്ധം ചെയ്തു. എസ്തേർ ഉപവസിച്ചു. അതെ, ചില നിയമക്കുരുക്കുകൾ നിന്റെ ജീവിതത്തിൽ വന്ന് നിന്റെ ജീവിതം കയ്പായിട്ടുണ്ടോ? ആമേൻ, നിനക്ക് നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ട്. നീ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ആ കയ്പിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ രക്ഷിപ്പാൻ സർവശക്തനായ ദൈവം ആമേൻ നമ്മോട് കൂടെയുണ്ട്. ആകയാൽ മാറയെ മാറ്റി ഏലീം തന്ന് നിന്നെ മാനിക്കുന്ന സർവശക്തൻ ആ യേശു കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അവനിൽ സ്തോത്രം. നമ്മളെ ജീവിതത്തെ സമർപ്പിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം എവിടെല്ലാം ഇരുന്ന് ജനം കേൾക്കുന്നുവോ അവരുടെ ജീവിതത്തിലെ എല്ലാ കയ്പിനെയും ദൈവം മാറ്റി അവർക്ക് മധുരത്തിന്റെ അനുഭവം ദൈവം കൊടുക്കണം. അത്ഭുത സൗഖ്യവും വിടുതലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരുടെ മേൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. എറണാകുളത്തെ കാക്കനാട് IMG ജംഗ്ഷനിൽ വ്യാപാര ഭവനിൽ 3ാമത്തെ ഫ്ലോറിൽ ഷാലേം വർഷിപ്പ് സെന്റർ ആരാധന നടന്നു വരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച രാവിലെ 8 മുതൽ 10 വരെയും സഭായോഗം നടക്കുന്നു. നിങ്ങൾ കടന്നു വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.